ഹലോ മുത്തോടെ എന്തൊക്കെ പാട് സുഖല്ലേ. ഇന്ന് ഞാനൊരു എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ചെയ്യാം കേട്ടോ. സാധാരണ ഞാൻ വല്ല സിനിമ കണ്ടൻ്റ് ആവും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഫുഡിൻ്റെ ആവും. അതൊക്കെ ആവുമ്പോൾ എന്താ വെച്ചാൽ ഒരു നിശ്ചിത ആളുകൾക്ക് മാത്രം എത്തിപ്പെടാവുന്നൊരു കണ്ടൻറ്റ് മാത്രമാവും. അപ്പോൾ എനിക്ക് തോന്നി എന്നാൽ എല്ലാവർക്കും കേൾക്കാൻ പറ്റുന്ന, എല്ലാവർക്കും കാണാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു കാര്യം അതിനെക്കുറിച്ച് സംസാരിക്കുക എന്നുള്ളത്. ഇങ്ങനെ നോക്കിയപ്പോൾ എനിക്ക് തോന്നി നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാലഘട്ടമായിരിക്കും 80s 90s, അതുപോലെ തന്നെ 2000-ന് തുടക്കം 2005 2006 2007 ആ ഒരു റേഞ്ചിൽ നിൽക്കുന്ന കാലഘട്ടം ഒരുപാട് ആളുകൾക്ക് വളരെയേറെ ഇഷ്ടമാവും. കാരണം ഞാനൊക്കെ 97 ജനിച്ച ആളാണ്. അപ്പോൾ ആ രീതിയിൽ നോക്കുമ്പോൾ എനിക്ക് ഒരുപാട് രസമുള്ള ഒരുപാട് ഓർമ്മകളും ഒരുപാട് നൊസ്റ്റുകളും ഉണ്ടായിട്ടുണ്ട്. അതൊന്നും ഇപ്പോഴത്തെ കുട്ടികൾക്ക് കിട്ടിയിട്ടുണ്ടോ എന്ന് വെച്ചാൽ നിസ്സംശയം പറയാൻ ഉണ്ടാവില്ല. കാരണം അന്ന് സ്കൂളിലൊക്കെ പോകുമ്പോൾ മാവിന് കല്ലെറിഞ്ഞിട്ടും, അതുപോലെ തന്നെ ആ പാടത്ത് കൂടെ പോകുമ്പോൾ ഈ വരമ്പൊക്കെ ഉണ്ടാകും. ചിലപ്പോൾ പുതിയ ഈ നമ്മളെ പാടത്തിന് വരമ്പിടുമ്പോൾ ചിലപ്പോൾ ഈ മഴക്കാലത്ത് നല്ല ഇങ്ങനെ തേവിയിട്ട് ഇങ്ങനെ തേച്ച് നല്ല സെറ്റാക്കി ഉണ്ടാവും. ചിലപ്പോൾ നമ്മൾ നല്ല ഈ ഡ്രസ്സൊക്കെ ഇട്ട് പോകുമ്പോൾ ചിലപ്പം ഇവിടുന്ന് ഒരു വെള്ളം പോകാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ വിടവിട്ടു. അപ്പോൾ ഇവിടുന്ന് ചാടി കിടക്കും. ഈ ചാടി കിടക്കുമ്പോൾ ചിലപ്പോൾ നേരെ ആ ചളിയിലോട്ടേക്ക് ഇറങ്ങുമ്പോൾ വീഴുക. അങ്ങനെ ഒരുപാട് രസങ്ങൾ ഉണ്ടാകുക. അതുപോലെ തന്നെ സ്കൂളിൻ്റെ ഉണ്ടാവും നല്ല ഈ മാങ്ങയുടെ അണ്ടി ഉണ്ടല്ലോ, മാങ്ങയുടെ അണ്ടി അച്ചാറിട്ടിട്ട് അത് വാങ്ങി വലിയ ഒരു രൂപയുടെ പാക്കറ്റൊക്കെ ഉണ്ടാവും. അതിങ്ങനെ വാങ്ങിക്കൊടുത്തിട്ടിങ്ങനെ ചോറൊക്കെ ഇങ്ങനെ ഒഴിച്ചിട്ട് എടുത്ത് കഴിക്കണത്. അതുപോലെ പണ്ടത്തെ എന്താ പറയുക, പണ്ടത്തെ ഓരോ മിഠായികളുണ്ടല്ലോ, കോൽപ്പുളി, അതുപോലെ തന്നെ പുളിയച്ചാറ്, അങ്ങനെ ഒരുപാട് രസങ്ങൾ. അങ്ങനെ പല രീതിയിലുള്ള ഒരു ഓണം വരുമ്പോൾ, അല്ലെങ്കിൽ ഒരു പഴയ നബിദിനം, പഴയ സ്വാതന്ത്ര്യദിനം, അങ്ങനെയുള്ള ഒരുപാട് രസങ്ങൾ ചെറിയ കാലഘട്ടത്തിൽ. അതുപോലെ തന്നെ ഏറ്റവും അന്ന് അന്ന് സ്കൂൾക്ക് പോകാൻ ആർക്കും ഇഷ്ടമുണ്ടാവില്ല. കാരണം എല്ലാവർക്കും ഒന്ന് ലീവ് കിട്ടിയാൽ മതി, പാടത്ത് കളിക്കാൻ പോവുക, അല്ലെങ്കിൽ കുന്നിൻ്റെ ഓൾക്കും പോവുക. അങ്ങനെയുള്ള ഒരുപാട് രസങ്ങൾ കാരണം കുട്ടികളെ തേടിയെത്തുന്നത്. ഇന്ന് ഫുള്ള് കമ്പ്യൂട്ടറിൻ്റെയും മൊബൈലിൻ്റെ ഒക്കെ മുമ്പിലായതുകൊണ്ട് തന്നെ ആ ഒരു കാലഘട്ടത്തിൻ്റെ ഒരു രസം ഇന്നത്തെ കുട്ടികൾക്ക് ഒരിക്കലും കിട്ടാൻ ചാൻസ് ഇല്ല. നല്ല രസമായിരുന്നു അന്നത്തെ കാലഘട്ടമൊക്കെ. പിന്നെ സ്കൂളൊക്കെ ലീവാകുമ്പോൾ ഒക്കെപ്പാടെ എല്ലാവരും കൂടിയിട്ട് വല്ല കള്ളനും പോലീസും കളിക്കുക, കണ്ണുപൊത്തി കളി കളിക്കുക, അതുപോലെ തന്നെ ചട്ടിപ്പന്ത് കളിക്കുക. ചിലപ്പോൾ ഈ ചട്ടിപ്പന്തൊക്കെ ഉണ്ടാക്കുന്നത് നല്ല രസമാണ്. നല്ല കുറേ കടലാസും കവറൊക്കെ കെട്ടി ഇതാക്കിയിട്ടുണ്ടാവും. ചിലപ്പോൾ ചിലരൊക്കെ അതിൻ്റെ ഉള്ളിൽ കല്ലൊക്കെ വെക്കും. ഇതായിട്ട് എറിഞ്ഞിട്ട് ചിലപ്പോൾ ഈ വയറിനൊക്കെ കൊള്ളുമ്പോഴ നല്ല നടുമ്പുറത്തൊക്കെ കൊള്ളുമ്പോഴല്ല വേദന. ഒരുപാട് കളിച്ചിട്ടുണ്ട് അങ്ങനത്തെ കളിയൊക്കെ. പിന്നെ കള്ളനും പോലീസും, പിന്നെ ഗോട്ടി കളി, അങ്ങനെയുള്ള ഒരുപാട് രസങ്ങൾ അന്നത്തെ കാലത്ത്. ഇന്നത്തെ കാലത്ത് അതൊക്കെ മിസ് ചെയ്യും. പിന്നെ അന്നത്തെ ഈ അന്നൊന്നും ഇപ്പോൾ ഞാനൊരു പറയല്ല, അന്നൊക്കെ പറഞ്ഞാൽ ഫുഡ് കിട്ടുക, ഇന്നൊക്കെ മന്തിയും അതും ഇതൊക്കെ. അന്ന് ഒരുപാട് വീട്ടിലും നല്ല രീതിയിലുള്ള ഫുഡുകൾ കുറവായിരുന്നു. അധികവും നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കുന്ന ഒരുപാട് പച്ചക്കറി ഫ്രൂട്ട്സൊക്കെ ആയിട്ടുള്ള കാര്യങ്ങളായിരുന്നു. അന്നൊക്കെ നമ്മൾ ചോറുന്നുമ്പോൾ ഒന്നും വേണ്ട, ഒരു പച്ച ചോറിൽ കുറച്ച് വെളിച്ചെണ്ണയും ഉപ്പും തൂവിങ്ങാണ്ട് ഇങ്ങനെ കഴിക്കുന്ന ആ ഒരു ടേസ്റ്റ്. എന്നിട്ട് ഇങ്ങനെ നമ്മളെ രാത്രിയൊക്കെ ആണെങ്കിൽ പുറത്തിങ്ങനെ ഇരുത്തിയിട്ട് അമ്മമാരിങ്ങനെ നിലാവത്ത് നോക്കിയിട്ട് ഇങ്ങനെ വാരി തരുന്ന ഒരു ഇതൊക്കെ ഭയങ്കര സംഭവം. അതുപോലെ തന്നെ നല്ല ഈ മഴക്കാലമൊക്കെ നല്ല ഈ ചീരമുളക്, അതായത് കാന്താരി മുളക് നല്ല ഇങ്ങനെ കിളിർത്ത് വരും. അപ്പോൾ അത് നല്ല എരിവുണ്ടാവും. നല്ല ചെറിയതാണെങ്കിൽ നല്ല എരിവുണ്ടാവും. അതുപോലെ നല്ല ചോറും ഉപ്പും ഈ ഉപ്പിലിങ്ങനെ ഈ ചീനമുളക് ഇങ്ങനെ ഞൊരടിയിട്ട് കടിച്ചിട്ട് ആ ഒരു എരിവുകൊണ്ട് ഒരുപാട് ചോറൂരുള്ള തിന്നുന്ന ഒരു രസമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ പല കാര്യങ്ങളും ഒരുപാട് പേർക്ക് പലതും പറയാനുണ്ടാവും. എന്താ പറയുക, ഓർത്തെടുക്കാനാണെങ്കിൽ ഒരുപാട് സംഭവങ്ങളുണ്ട്. അത് മാവിനെ കല്ലെറിയുമ്പോൾ എന്താ വെച്ചാൽ ഉണ്ടാവുക, അപ്പുറത്തെ ഏതെങ്കിലും പേരുടെ ഇന്ന് അധികം ടെറസിട്ട് വിടാം, അന്ന് അധികം മോട്ട് വീടും ഓലപ്പേര മെഞ്ഞ് വീടേക്കാരം. അപ്പോൾ ഈ എറിയുമ്പോൾ ചിലപ്പം വലിയ ഒരു മരമാണെങ്കിൽ നല്ല ഇവിടുന്ന് ഏറെറിയും. ഈ ഏറെറിഞ്ഞ് നേരെ വീണ് അപ്പുറത്തെ വീട്ടിലത്തെ വല്ല വീടിൻ്റെ അങ്ങനെ ഓട് പൊട്ടും. എന്നിട്ട് അവിടുന്ന് ആരടാ നോക്കുമ്പോൾ ചാടി ഓടുന്ന സംഭവം. പിന്നെ നല്ല എന്താ പറയുക, ആകെ വെള്ളം കാണുമ്പോൾ അതിൽ ചാടി കളിക്കൽ എന്തൊക്കെയാണ്. പിന്നെ പാടത്തേക്ക് ക്രിക്കറ്റ് കളിച്ചാൽ പോലെ
എന്താ പറയുക, അങ്ങനെ ഒരുപാട് രസങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇന്നും. അതുപോലെ തന്നെ സിനിമ കാണാനൊക്കെ പോകുമ്പോൾ എന്താ വെച്ചാൽ നമ്മളെ വീട്ടിൽ ചിലപ്പോൾ ഇതുണ്ടാവില്ല, ടി വി ഉണ്ടാവില്ല. അപ്പുറത്തെ വീട്ടിലേക്ക് ടി വി കാണും. അപ്പുറത്തെ വീട്ടിലേക്ക് ടി വി കാണാൻ പോകുമ്പോൾ നമ്മളാ ടി വിയുടെ നമ്മൾ വേറെ എവിടെ നിന്ന് സിനിമ കാണില്ലല്ലോ, തിയേറ്ററിലൊന്നും പോകണില്ല. അപ്പോൾ ഈ കാണാനുള്ള കൊതി കൊണ്ട് ഇങ്ങനെ പോയി നിന്നാൽ പിന്നെ അവിടുന്ന് പോരുണ്ടാവും. അപ്പോൾ ഈ അവിടുത്തെ വീട്ടുകാർ ചിലപ്പോൾ എന്താ ഇപ്പോൾ നീച്ചു പോകാൻ വേണ്ടി എന്താ അവിടെ ചിലപ്പോൾ മെയിൻ സ്വിച്ച് ഓഫ് ആക്കുന്നിട്ട് അറിയും കറണ്ട് പോയിക്കണമെന്ന് പറയും. നമ്മൾ അന്നത്തെ ചെറുപ്പകാലത്ത് വിശ്വസിക്കുകയും ചെയ്യും. അങ്ങനെയൊക്കെ ഇന്നൊക്കെ ടി വി ഇല്ലാത്ത വീടുകളൊന്നുമില്ല. അതുപോലെ എനിക്ക് ഏറ്റവും നല്ല രസമുള്ള ഓർമ്മ കിട്ടുന്നത് എന്താ വെച്ചാൽ നമ്മൾ ഈ നോമ്പാവുമല്ലോ, അപ്പോൾ നോമ്പിന് നമ്മൾ ആ നോമ്പ് തുറക്കണ നേരത്ത് നല്ല തണുത്തൊരു നാരങ്ങളും കുടിച്ചാൽ ഭയങ്കര റാഹത്താണ്. അപ്പോൾ നമ്മളെ വീട്ടിലൊന്നും ഫ്രിഡ്ജില്ല. അപ്പോൾ നമ്മളവിടെ വീട്ടിൽ നമ്മളാ വീടിൻ്റെ ഭാഗത്ത് 1-2 ആൾക്ക് ഈ ഫ്രിഡ്ജുള്ളൂ. അപ്പോൾ ഈ ഫ്രിഡ്ജിൽ നിന്ന് ഇങ്ങനെ ഈ നമ്മൾ ചെറിയ ഇതുണ്ടല്ലോ, ഉള്ളിൽ ചെറിയ കട്ടാക്കി വെക്കണ ഐസ് ഉണ്ടല്ലോ, അപ്പോൾ അതിങ്ങനെ എന്താ പറയുക, അത് വെക്കാനൊരു വീട്ടിൽ നിന്ന് ഇങ്ങനെ നോമ്പ് ഇറക്കണതിൻ്റെ ഒരു മണിക്കൂർ മുമ്പ് അത് വാങ്ങിക്കൊണ്ടുവരും. ചെറിയൊരു തൂക്കുപാത്രം ഉണ്ട്, സ്റ്റീലിൻ്റെ തൂക്കുപാത്രത്തിൽ ഇങ്ങനെ വാങ്ങിക്കൊണ്ടുവരും. അതിങ്ങനെ ചെറിയ കട്ട ഇങ്ങനെ അവർ എടുത്ത് തരും. അവർ 2-3 വെക്കും അവർ, അതിൽ നമുക്കൊരു ഇതും തരും. എന്നിട്ട് അതിൽ നാരങ്ങവെള്ളം ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ ഒരു കുടിച്ച ഇതൊക്കെ ഭയങ്കര ഒരു രസമായിരുന്നു. ഇന്നൊക്കെ നമ്മുടെ വീട്ടിലെല്ലാവരും വീട്ടിലും ഫ്രിഡ്ജും ടി വിയും അതും ഇതും എല്ലാം ഉണ്ട്. പിന്നെ ഒരു ഡ്രസ്സ് കിട്ടുക വല്ല പെരുന്നാളിനോ അല്ല വലിയ കല്യാണം വന്നാൽ അത് ചിലപ്പോൾ ഒരു കൊല്ലം ഒക്കെ ഇടേണ്ടിവരും. അതൊക്കെ അതിലൂടെയൊക്കെ കടന്നു പോയ ആളാട്ടെ ഞാൻ. കാരണം നമ്മൾ ഇപ്പോൾ ചിലവർ ചോദിക്കും അതിനാത്രം പ്രായം ഉണ്ടാവും എന്നൊക്കെ ചോദിക്കും. പക്ഷെ അതല്ല, നമ്മുടെ കാലഘട്ടത്തിലൊക്കെ അങ്ങനെ ഒരുപാട് എന്താ പറയുക, നമ്മൾ കടന്നു വന്ന സാഹചര്യങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടുകൾ കടന്നു വന്ന ഒരുപാട് സാഹചര്യങ്ങളുണ്ടായിട്ടുണ്ടാവും. അങ്ങനെ ചിലപ്പോൾ ഈ വീഡിയോ കാണുന്ന ഒരുപാട് പേർക്ക് ഇന്ന് നല്ല നിലയിലുള്ളവർക്കൊക്കെ അന്ന് ഒരുപാട് ബുദ്ധിമുട്ടും സ്ട്രഗിളൊക്കെ അനുഭവിച്ച ഒരുപാട് പേരുണ്ടാവും. അന്നൊക്കെ ഭയങ്കര കോടീശ്വരന്മാരായ ആൾക്കാരൊക്കെ ഇന്നൊക്കെ ഒന്നുമില്ലാത്ത രീതിയിലൊക്കെ ഉണ്ടാവും. അതൊക്കെ നമ്മളെ എന്താ പറയുക, ദൈവം നമ്മളെ ജനിക്കുമ്പോൾ തന്നെ നമ്മളെ എന്താ പറയുക മണ്ടയിൽ എഴുതി വെച്ചാൽ ഇവനെങ്ങനെ ആവും എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ രീതിയിലൊക്കെ പോവും. എന്തായാലും അൽഹംദുലില്ലാ കുഴപ്പമൊന്നുമില്ല, ഇങ്ങനെ പോകുന്നു. അപ്പോൾ ഞാൻ പറയുന്നത് വെച്ചാൽ അങ്ങനെയുള്ള പറയാനുള്ള ഒരുപാട് ഇങ്ങനെ ഓർത്തെടുത്ത് ഇങ്ങനെ പറയേണ്ടി വരും. ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിരുന്നു. പിന്നെ സ്കൂളൊക്കെ എന്താ പറയുക, ഒരു ഹർത്താൽ വരാൻ കാത്തിരിക്കും, എങ്ങനെയെങ്കിലും ഒന്ന് ലീവ് കിട്ടിയാൽ മതി വെച്ചിട്ട്. അങ്ങനെ ഇന്നൊക്കെ കുട്ടികളൊക്കെ പഠിക്കാനിരിക്കുമ്പോഴൊക്കെ അന്നൊക്കെ നമ്മൾ കളിച്ച കളിയൊക്കെ ഇങ്ങനെ ആലോചിക്കുമ്പോൾ സ്കൂളൊക്കെ ഇങ്ങനെ അടി ഉണ്ടാകുമ്പോൾ വേഗം ബെല്ലടിക്കും, ഓടും. പിന്നെ എന്താ പറയാനൊക്കെ ഒരുപാട് പറയാനുണ്ട്. നല്ല രസമുള്ളൊരു കാര്യം. അങ്ങനെ നിങ്ങൾക്കൊക്കെ അങ്ങനെയുള്ള അനുഭവങ്ങൾ ഒരുപാടുണ്ടാവും. ഞാൻ പറയാൻ കുറേ വിട്ടുപോയിക്കണം. അപ്പോൾ നിങ്ങൾക്കൊക്കെ അങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ പറയാട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. കാരണം നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റ് ചെയ്യട്ടെ. കാരണം ഇങ്ങനെയുള്ള ഒരുപാട് കാലഘട്ടങ്ങൾ എന്നെക്കാളും മുമ്പിലുള്ള ഒരുപാട് ഇതിനേക്കാൾ നല്ല അതുപോലെ തന്നെ വേറെ കാര്യം പറഞ്ഞു കേട്ടോ, കല്യാണ വീടുകളിലുള്ള ഈ ഒരു മെയിൻ പറയേണ്ട ഒരു പോയിൻ്റ് ഉണ്ട്. കല്യാണ വീടുകളിൽ എൻ്റെ ചെറുപ്പത്തിലൊക്കെ ഇന്ന് അധികം കുറവാണ്. കുത്ത് ബിരിയാണി, അതായത് ചിക്കൻ്റെ പീസ് വെക്കും, എന്നിട്ട് നല്ല ദമ്മ് ബിരിയാണി ഇങ്ങനെ ആ ഒരു തട്ടിലാക്കിയിട്ട് ഇങ്ങനെ നമ്മളെ പ്ലേറ്റ് കൊടുന്ന് കുത്തി തരും. നമ്മൾ ആ പ്ലാസ്റ്റിക്കിൻ്റെ ആ ഒരു ഇപ്പോൾ കുറേ നിരോധിച്ചിട്ടുണ്ട്, കുറേ സ്ഥലത്ത് നിരോധിച്ചു ആ പ്ലേറ്റ്. കാരണം പ്ലാസ്റ്റിക് നിരോധനം ആയതുകൊണ്ട് അങ്ങനെ നിരോധിച്ചു. പക്ഷെ അന്ന് ആ ചെറിയൊരു വെള്ളം ഗ്ലാസും പ്ലാസ്റ്റിക്കിൻ്റെ ഗ്ലാസും ഇന്നും അതിൻ്റെ ക്വാളിറ്റി മാറിയിട്ട് ഇറക്കുന്നുണ്ട്. പക്ഷെ അന്നത്തെ അതിൽ ആ ഒരു ഗ്ലാസും ആ ഒരു പ്ലേറ്റ് എന്നിട്ട് ഇങ്ങനെ കുത്തു ബിരിയാണി ഇങ്ങനെ കൊടുന്ന് കുത്തി തരും. ആ ഒരു ചോറൻ എന്നാൽ നമ്മളെ വയറ് നിറഞ്ഞ് റാഹത്തായി ഉണ്ടാവും. ഇന്ന് ഒരുപാട് നമ്മളിങ്ങനെ തട്ടിലെ കൊടുന്ന് ഇങ്ങനെ ഒരുപാട് വേസ്റ്റ് ആക്കുന്ന കാലമാണ്. അതുപോലെ തന്നെ തലേന്നൊക്കെ കല്യാണത്തിന് പോയിട്ടും പിന്നെ ചിലപ്പോൾ കിടന്നുറങ്ങാതെ ഈ ടേബിളൊക്കെ ഇങ്ങനെ കൂട്ടിയിട്ട് അവിടെ കിടന്നുറങ്ങിയിട്ടും അങ്ങനെ ഒരുപാട് രസമുള്ള ഇതുണ്ടായി. അപ്പോൾ അങ്ങനെയുള്ള അനുഭവങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ.